പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന് പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവ് റജി പൂവത്തൂരിന്റെ ആശംസ പാക് പതാകയുടെ ചിത്രം ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ്. പുരോഗതിയും ഐക്യവും നിറഞ്ഞ പാകിസ്ഥാൻ വിജയിക്കട്ടെ എന്ന ആശംസകൾ. കോൺഗ്രസ് പത്തനംതിട്ട എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലും പാകിസ്ഥാനെ പ്രകീർത്തിച്ച് ഇയാൾ ലേഖനമെഴുതി. വിവരങ്ങളുമായി ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ, ഇവിടെ കോൺഗ്രസിന്റെ രാഷ്ട്രവിരുദ്ധതയാണ് നമ്മൾ ചർച്ച ചെയ്തത്. സോണിയ അങ്ങ് ഡൽഹിയിൽ വന്ദേമാതരത്തെ പൂർണ്ണമായി ആലപിച്ചതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ ഇവിടെ കേരളത്തിലിതാ കോൺഗ്രസുകാർ പാകിസ്ഥാനെ ജയ് വിളിക്കുന്നു, പാകിസ്ഥാനെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. അതായത് എവിടെയായി കഴിഞ്ഞാലും കോൺഗ്രസുകാരന്റെ രാഷ്ട്രവിരുദ്ധത ഓരോന്നായി മറന്നേക്ക് പുറത്തു വരികയാണല്ലേ? കെ പി, തീർച്ചയായിട്ടും. അതായത് കോൺഗ്രസ്സുകാരൻ്റെ രാജ്യവിരുദ്ധതയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സ്നേഹവും ഇങ്ങനെ മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ പ്രമുഖനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവാണ് ഈ രീതിയിൽ പാകിസ്ഥാനെ പ്രകീർത്തിച്ചുകൊണ്ട് പാകിസ്ഥാന് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റും വിശദമായിട്ടുള്ള ഫേസ്ബുക്ക് ലേഖനവും ഒക്കെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും സംഭവം വലിയ വിവാദമായതിനെ തുടർന്ന് ഇയാൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഭയപ്പെട്ട് മുങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇയാൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇയാൾ ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ പാകിസ്ഥാന് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ടുള്ള ഒരു കാർഡും ലേഖനവും അടക്കം പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഈ പാകിസ്ഥാൻ്റെ പതാകയടക്കം അയാൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ടാണ് അയാൾ ആ സന്ദേശമടക്കം എഴുതിയിരിക്കുന്നത്. സമാധാനവും പുരോഗതിയും ഐക്യവും നിറഞ്ഞ സമൃദ്ധമായ പാകിസ്ഥാൻ എന്നും ഉയരം കൊള്ളട്ടെ എന്നും മുന്നേറ്റവും മനുഷ്യസ്നേഹവും വിജയത്തിലേക്ക് നയിക്കട്ടെ തുടങ്ങിയിട്ടുള്ള വലിയ സന്ദേശങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. റജി പൂവത്തൂർ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ വളരെ പ്രബലനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ രീതിയിൽ പാകിസ്ഥാൻ സ്നേഹം അണപൊട്ടി ഒലിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇയാളുടെ ഫേസ്ബുക്ക് പരിശോധിക്കുമ്പോൾ ഇയാൾക്ക് മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് ആൻ്റണി MP അടക്കമുള്ള നേതാക്കളുമായിട്ടൊക്കെ തന്നെ വളരെ സഹകരിച്ച് നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഇയാൾ വ്യാപകമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാൾ ഈ രീതിയിൽ സ്വന്തം രാഷ്ട്രത്തോട് കൂറ് പുലർത്താതെ ഈ പാകിസ്ഥാനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ രീതിയിൽ സമൂഹ മാധ്യമ ഇടപെടലുകൾ നടത്തിയ സംഭവം വലിയ വിവാദവും വലിയ പ്രതിഷേധത്തിനും അടക്കം ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രസ്നേഹികളായിട്ടുള്ള ആളുകൾ ഇന്നലെ തന്നെ ഇയാളുടെ പോസ്റ്റുകൾക്ക് കയറി വ്യാപകമായിട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ ഇയാൾ പോസ്റ്റ് മുക്കി. ഗൂഗിൾ, സ്വാഭാവികമായും പ്രതിഷേധം ഉയരും. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇത് പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇയാളെ തള്ളിപ്പറയുന്ന ഏതെങ്കിലും സമീപനം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇയാൾ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്. ഈ MP കൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതൃത്വവുമായി വലിയ ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും മാതൃകാപരമല്ല, ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു രാഷ്ട്രത്തെ, ഒരു ശത്രു രാജ്യത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സമീപനം ഉണ്ടായിട്ടുണ്ടോ? കെ പി, ഈ ഘട്ടം വരെയും അങ്ങനെ ഒരു നിലപാടോ സമീപനമോ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ നിരവധി ജനപ്രതിനിധികളടക്കമുള്ള ഒരു സ്ഥലമാണ്. ഒരാൾ പോലും ഇതിനെതിരായിട്ട് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയുവാനായിട്ടോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വരെയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് കോൺഗ്രസിൻ്റെ തനി സ്വരൂപം തന്നെയാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ പരസ്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടായെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളുടെയും മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് ചിന്ത, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സമീപനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ദേശീയ നേതാക്കളുടെ ഉൾപ്പെടെ ആ ഭാഗത്ത് നിന്നും പാകിസ്ഥാന് വേണ്ടിയിട്ട് അർപ്പിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലാണ്. അതെല്ലാ കാര്യത്തിലും ഭാരതത്തിന് എതിരായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടമാണ് ഈ വിഭാഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഒരു പ്രാദേശിക നേതാവിൻ്റെ ഭാഗത്ത് നിന്നും അത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലടക്കം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ മറ്റു നേതാക്കളൊന്നും ഈ ഘട്ടം വരെയും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. എന്തായാലും വലിയ പ്രതിഷേധത്തിനും പ്രത്യേകിച്ച് രാജ്യദ്രോഹകരമായിട്ടുള്ളൊരു നടപടി തന്നെയാണ് ഇയാളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇയാളെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അയാൾ ആ പോസ്റ്റ് ഇന്നലെ രാത്രി തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധവും വിമർശനവും ശക്തമായിരിക്കുകയാണ്. അപ്പം കോൺഗ്രസ് പത്തനംതിട്ട ജില്ലയിൽ വലിയ പ്രതിരോധത്തിലും ഈ വിഷയത്തിലൂടെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. കെ പി, യെസ്, കോൺഗ്രസിന്റെ രാഷ്ട്രവിരുദ്ധതയാണ് വീണ്ടും മറനീക്കി പുറത്തു വരുന്നത്. ഏതായാലും പ്രതിഷേധം ശക്തമാണ്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.